നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം വെമ്പായത്ത് ഒരു അമ്യൂസ്മെന്റ് പാർക്കുണ്ട്. ഹാപ്പി ലാൻഡ് എന്നാണ് പേര്. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നും ചില സുഖകരമല്ലാത്ത വാർത്തകൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വിതുരയിൽ നിന്നുള്ള ഒരു കുഞ്ഞ് മരിച്ച വാർത്തയാണ് നമ്മൾ കേട്ടത്. സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ച വാർത്തയായിരുന്നു. അതിന് മുൻപൊക്കെ തന്നെ ആ വെള്ളത്തിൽ കുളിച്ച അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച പലർക്കും കണ്ണുവേദന വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി വളരെ പേടിപ്പെടുത്തുന്ന ഒരു വാർത്ത, അമ്യൂസ്മെന്റ് പാർക്കിലെ ആകാശ ഊഞ്ഞാൽ പോലെയുള്ള ആ ഒരു റൈഡ് പൊട്ടി വീണു എന്നുള്ളതാണ് വാർത്ത. അതായത് നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും അത് ഏത് തരത്തിലുള്ള റൈഡാണ് എന്നുള്ളത്. 4 ഈ ചങ്ങല പോലെയുള്ള ഊഞ്ഞാല് അത് കറങ്ങി വലിയ രീതിയിൽ വട്ടത്തിൽ കറങ്ങുകയാണ് ചെയ്യാറ്. ഇതേ രീതിയിൽ ഫാസ്റ്റായി, അതായത് വളരെ വേഗതയിൽ കറങ്ങി വന്നപ്പോഴാണ് ഇത് പൊട്ടി താഴേക്ക് നിലം പതിച്ചത്. മുഴുവനായും ആ ഒരു റൈഡ് മുഴുവനായും താഴേക്ക് പതിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. 5 പേരുടെ നില ഇപ്പോൾ ഗുരുതരമല്ലാതെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് എന്ന വാർത്തയാണ് വരുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജനങ്ങൾ പ്രക്ഷുബ്ധരാണ്, നാട്ടുകാരടക്കമുള്ളവർ പ്രക്ഷുബ്ധരാണ് എന്ന് മനസ്സിലാകുന്നു. കാരണം ഈ റൈഡ് പൊട്ടി വീണിട്ട് പോലും അതിലെ പ്രവർത്തനം, ഹാപ്പി ലാൻഡിലെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിയിട്ടില്ല. മറ്റു പല റൈഡുകളും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മാനുഷിക പരിഗണനയുടെ ഏതെങ്കിലും പേരിൽ ഇത് നിർത്തി വെച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് മറ്റുള്ളവരും ഇതുപോലെ പണം തന്നാണ് വന്നിരിക്കുന്നത്, അപ്പോൾ അവരുടെ സന്തോഷം എന്തിനില്ലാതാക്കണം എന്ന ചോദ്യമാണ് വരുന്നത്. പക്ഷേ എന്ത് ധൈര്യത്തിലാണ് ഹാപ്പി ലാൻഡ് പോലെയുള്ള ഇത്തരത്തിൽ വളരെ ഭയപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഓരോ റൈഡിലും കയറുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ഭയന്നു പോവുകയാണ്. കാരണം ഇതിനു മുൻപ് പലരും അതിൽ കയറിയിട്ടുണ്ടാകാം, പലരും നമ്മൾ അതിൽ കയറി നമ്മൾ സന്തോഷം പങ്കിട്ടിട്ടുണ്ടാകും. പക്ഷെ പെട്ടെന്നാണ് ഇത്തരത്തിൽ പൊട്ടി വീഴുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുൻപ് പലരും നോർത്ത് ഇന്ത്യയിലും ഒക്കെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്ത കേട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഇത്തരമൊരു വാർത്ത വരികയാണ് എന്നുള്ളതാണ്. തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് വിവരം. അതായത് തമിഴ്നാട് സ്വദേശികൾ, നമുക്കറിയാം ഈ എറണാകുളത്തുള്ള വണ്ടർലായിലും ഒക്കെ തന്നെ തമിഴ്നാട് സ്വദേശികൾ നിരവധിയായി എത്തുന്നു എന്നൊരു വാർത്ത ഇതിന് മുമ്പ് വന്നിരുന്നു. അതുപോലെ തന്നെ വാട്ടർ തീം പാർക്കുകളിലെല്ലാം തന്നെ തമിഴ്നാട് സ്വദേശികൾ എത്തുന്നുണ്ട്. ഹാപ്പി ലാൻഡിലും തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരുടെ നില ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കുന്നു. ദൃക്സാക്ഷികൾ എല്ലാവരും പറയുന്നത് വളരെയധികം പേടിച്ചു പോയി, അതായത് മുഴുവനായും ആ കറങ്ങിക്കൊണ്ടിരുന്ന വസ്തു താഴേക്ക് പതിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും മറ്റ് പരിക്കുകളില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് അപകടം പറ്റിയിട്ടുള്ളത്. അനിൽ MLA, നെടുമങ്ങാട് MLA അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ പരിക്കേറ്റവരെ ചികിത്സാ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അതിന്റെ അധികൃതരോട് സംസാരിച്ച് അത് ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാവൂ എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആള് ഒരു മാനേജറെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതിനപ്പുറത്ത് ആരാണെന്ന് 5 വർഷം എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ ഓഫീസിനും അറിയാൻ കഴിഞ്ഞില്ല. മുമ്പ് ഒരു സംഭവം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ഉള്ള അവസ്ഥ അതാണ്. എന്തായാലും ഇത് കുറച്ചുകൂടെ സുതാര്യമായി ഇതുപോലെ ഒരു കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വരുന്നൊരു കേന്ദ്രമായതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി സുതാര്യതയോടുകൂടി നടത്തിക്കൊണ്ടുപോകുന്നെങ്കിൽ മാത്രമേ ഇത്തരം ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാവൂ എന്ന് പഞ്ചായത്ത് അവർ ശ്രദ്ധയപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അതെന്തായാലും അത്തരത്തിലുണ്ടായ സംഭവങ്ങളുടെ വീഴ്ച നമുക്കിപ്പം വീഴ്ചയായിട്ടല്ലേ കാണാൻ പറ്റൂ, അല്ലാതെ നമുക്ക് അതിന് പരിഹാരം കാണാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. അതെ. അല്ല, ആർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലും അവർക്ക് നടപടിക്ക് വിധേയമാകേണ്ടതാണ്. അതിലൊന്നും യാതൊരു നമ്മൾ ആരെയും ന്യായീകരിക്കാനോ ആരെയും സംരക്ഷിക്കാനോ നിൽക്കുന്നവരല്ല നമ്മൾ ഒരിക്കലും. കാരണം ഇതുപോലൊരു സ്ഥാപനം നടത്താൻ വേണ്ടുന്ന സുരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇനി പ്രവർത്തിപ്പിക്കാവൂ എന്നതാണ് വ്യക്തമായി പറയുന്നത്. അത് ആംബുലൻസ് മാത്രമല്ല, ഇവിടെ ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നുമേ ഇല്ലായിരുന്നു, ആരുമേ ഇല്ലായിരുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടുകാർ പറഞ്ഞത് ഇവിടുന്ന് അപകടത്തിൽ പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാഹനവും ലഭ്യമായില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്.
അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് ആംബുലൻസ് സേവന സൗകര്യങ്ങളടക്കം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ പ്രാഥമിക സുരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ കഴിയുന്ന അതിന് വേണ്ടുന്ന ഹെൽത്ത് മെഷേഴ്സ് അടക്കം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇനി പ്രവർത്തിപ്പിക്കാവൂ എന്ന് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്.